അമ്മ അച്ഛനോടൊന്ന് പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും അമ്മ. അയ്യോ മോളെ, നീ അച്ഛനോടൊന്നും പറയില്ലേ. അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാമല്ലേ. ഇതൊക്കെ അറിഞ്ഞ അവൻ അടിയും കൊടുത്ത് നിന്നെ ഇങ്ങ് വിളിച്ചോണ്ട് വരും. എനിക്കിനി ഇയാളോട് ജീവിക്കാൻ പറ്റില്ല. നാട്ടുകാരറിഞ്ഞാൽ നാണക്കേടാ. ഗംഭീരമായിട്ട് അടുത്ത കല്യാണം, എന്നിട്ട് പെണ്ണ് വീട്ടിൽ വന്ന് ഇരിക്കുന്നെന്ന് പറഞ്ഞു. സാരമില്ല, നീ അങ്ങ് സഹിക്കുക. ഇതൊക്കെ തന്നെയാ ജീവിതം. നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? അയാൾ നിന്നെ പിന്നെ ഉപദ്രവിച്ചോ? നീ ഒരു പാവമായോണ്ട് അയാൾ നിന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. നമ്മുടെ ബലഹീനത മനസ്സിലാക്കിയ ഒരാൾ നമ്മളോട് എതിർത്ത് നിൽക്കുന്നത്. അതിനൊരു അവസരം നീ ഇനി കൊടുക്കരുത്. പൊരുതി നിൽക്കണം. ഇനി നമ്മൾ കാണുമ്പോൾ നീ ഹാപ്പി ആയിട്ടിരിക്കണം. ഭർതൃഗൃഹത്തിൽ മാനസിക ശാരീരിക പീഡനങ്ങൾ സഹിക്കുന്നതിലും അപ്പുറമാകുമ്പോഴാണ് ഏതൊരു പെണ്ണും അവൾക്ക് ഏറെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ആശ്രയിക്കുന്നത്. അപ്പോൾ അവളെ കേൾക്കാനുള്ള മനസ്സ് കാണിക്കാതെ അന്തസ്സിനെയും അഭിമാനത്തെയും ചേർത്ത് പിടിച്ചാൽ നഷ്ടം ജന്മം കൊടുത്തവർക്ക് മാത്രമായിരിക്കും.